Hi everyone, welcome to Logic System Designed by Nino. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എക്സൈറ്റേഷൻ ടേബിൾസ് ആണ്. ഫ്ലിപ്ഫ്ലോപ്സിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ടാബുലാർ റെപ്രസെൻറ്റേഷനിൽ ട്രൂത്ത് ടേബിൾ കണ്ടു, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ടേബിളും ഫെമിലിയറൈസ് ചെയ്തു അല്ലേ. ദെൻ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് തുടങ്ങിയിട്ട് ട്രൂത്ത് ടേബിൾസ് കാണുന്നതാണ്. എന്താണ് ഈ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്? ട്രൂത്ത് ടേബിളിനകത്ത് നമ്മൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഇൻപുട്ട് കോമ്പിനേഷൻസും മാർക്ക് ചെയ്യും. ഓരോ പോസിബിൾ ഇൻപുട്ട് കോമ്പിനേഷനും കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഔട്ട്പുട്ട് വരാമെന്ന് പ്രൊഡിക്റ്റ് ചെയ്യുന്നൊരു ടേബിളാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് നമ്മളൊരു ടേബിൾ കണ്ടത് സീക്വൻഷ്യൽ സർക്യൂട്ട്സിൻ്റെ കേസിൽ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ ആയിരുന്നു അല്ലേ. ക്യാരക്ടറിസ്റ്റിക് ടേബിൾ എന്ന് പറയുന്നത് സീക്വൻഷ്യൽ സർക്യൂട്ട്സിനാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ആ ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ഓൺ ദ പ്രീവിയസ് ഔട്ട്പുട്ട് ഓൾസോ. അതായത് പ്രസൻറ്റ് ഇൻപുട്സിനെ മാത്രമല്ല പ്രീവിയസ് ഔട്ട്പുട്ടിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സർക്യൂട്ടാണ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ആ ഒരു കേസിൽ നമുക്ക് ട്രൂത്ത് ടേബിൾ പോരാ, നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് അതിൻ്റെ ഒരു വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ടേബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ we know that the input entries are QN and the inputs of the കറസ്പോണ്ടിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രീവിയസ് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ക്യൂ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് ടെർമിനൽസ് നമ്മൾ എൻ്റർ ചെയ്തു. കറസ്പോണ്ടിങ്ങിലി എന്താണ് നെക്സ്റ്റ് ഔട്ട്പുട്ട് QN+1 എന്താണ് വരുന്നതെന്നായിരിക്കും നമ്മളൊരു ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് നമ്മൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ നിന്ന് എക്സൈറ്റേഷൻ ടേബിളാണ് ഡിറൈവ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നായിരുന്നു ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്? ട്രൂത്ത് ടേബിളിൽ നിന്നാണ് ക്യാരക്ടറിസ്റ്റിക് ടേബിൾ ഡിറൈവ് ചെയ്തത്. നമ്മൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പും പറഞ്ഞ സമയത്ത് അതിൻ്റെ ട്രൂത്ത് ടേബിളും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ടേബിളും ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിളിനകത്ത് നിന്ന് എക്സൈറ്റേഷൻ ടേബിൾ ഒബ്റ്റെയിൻ ചെയ്യാമെന്നാണ്. ഓക്കെ, ദെൻ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സൈറ്റേഷൻ ടേബിളിൻ്റെ ഇൻപുട്ട് എൻട്രീസ് ആയിട്ട് വരുന്നത് QN ആൻഡ് QN+1 ആയിരിക്കും. അതായത് QN എന്ന് പറയുന്നത് പ്രീവിയസ് സ്റ്റേറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രീവിയസ് സ്റ്റേറ്റിനെയാണ് QN എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റിനെയാണ് നമ്മൾ QN+1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് എൻട്രീസിൽ വരുന്നത് കുറച്ച് സ്റ്റേറ്റ് ചേഞ്ചസ് ആണ്. അതായത് ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്ന് ഏതൊക്കെ സ്റ്റേറ്റിലേക്ക് നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ള എല്ലാ പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ചേഞ്ചസും നമ്മൾ ഇൻപുട്ടിൽ എൻ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓരോ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ചേഞ്ചും വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻപുട്ട് ടെർമിനൽസിൽ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും അതിൻ്റെ ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ടായിരിക്കും. അതായത് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ S ആൻഡ് R എന്നുള്ള രണ്ട് ഇൻപുട്ട് ഉണ്ടായിരിക്കും. D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ D എന്നുള്ളൊരു ഇൻപുട്ട് ഉണ്ടായിരിക്കും. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ഇൻപുട്ട് ടെർമിനൽസ് ആ J and K. ദെൻ T ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ T ഈസ് ദ ഇൻപുട്ട് ടെർമിനൽ അല്ലേ. അപ്പോൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഇൻപുട്ട് ടെർമിനൽസിൽ ഞാൻ എന്ത് പെർട്ടിക്കുലർ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഓരോ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ചേഞ്ചും വരുന്നതെന്ന് നമുക്കൊരു ഐഡിയ തരുന്നൊരു ടേബിളാണ് എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത്. അതായത് എക്സൈറ്റേഷൻ ടേബിൾ ഗിവ് us an idea what should I apply to the input terminals to attain a state change between the defined values. അതായത് QN എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് QN+1 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് ഒരു സ്റ്റേറ്റ് ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്സിൽ ഞാൻ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? അതാണ് നമുക്ക് എക്സൈറ്റേഷൻ ടേബിളിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ആയിട്ട് എക്സൈറ്റേഷൻ ടേബിൾസ് ഡിറൈവ് ചെയ്തെടുക്കാം ഫ്രം ദ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ. ഓക്കെ, ഫസ്റ്റ് ലെറ്റ് സി ദ എക്സൈറ്റേഷൻ ടേബിൾ ഓഫ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, these are the truth table and characteristic table of an SR flip-flop. We have already discussed about these in the video of RS flip-flop. You can refer that. Now we are going to discuss about the excitation table. What is excitation table? The excitation table gives us an idea about what should I apply to the input terminals of a flip-flop to change its state between the predefined levels. അതായത് നമ്മളൊരു SR flip-flop ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ we can represent its previous output as QN and the next output can be represented by QN+1. Okay, then if we want to change the state of a flip-flop from the previous output to the next output, what should I apply to the input terminals? ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസ് ആണെങ്കിൽ ഇവിടെ ഇൻപുട്സ് എന്ന് പറയുന്നത് S and R ആക്ട് ആസ് ദ ഇൻപുട്ട് ടെർമിനൽസ് അല്ലേ. ദെൻ ഈ ഒരു S and R ഇൻപുട്ടിൽ ഞാൻ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്സിൽ ഞാൻ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് എക്സൈറ്റേഷൻ ടേബിൾ. ഓക്കെ, അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്റ്റേറ്റ് ചേഞ്ചസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ ചേഞ്ച് ഫ്രം എ സ്റ്റേറ്റ് 0 to 0. അതായത് 0 എന്നുള്ളൊരു സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഐ ക്യാൻ റീറ്റെയിൻ ഇറ്റ് ഇൻ ദ 0 സ്റ്റേറ്റ് ഇറ്റ് സെൽഫ്. ഓർ
നെക്സ്റ്റ് ഒരു പോസിബിലിറ്റി എന്താണ്? സ്റ്റേറ്റ് ചേഞ്ചിൽ 0 എന്നുള്ളൊരു സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എനിക്ക് 1 എന്നൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാം. ഇനി 1 എന്നുള്ളൊരു സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഇഫ് ദ പ്രീവിയസ് സ്റ്റേറ്റ് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഈക്വൽ ടു 1 ദെൻ ഐ ക്യാൻ ചേഞ്ച് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റേറ്റ് ഇൻ ടു 0. അതായത് 1 എന്നൊരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ 0 എന്നുള്ള സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ 1 എന്നുള്ളൊരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സെയിം ഒരു സ്റ്റേറ്റിൽ തന്നെ റീറ്റെയിൻ ചെയ്യാം. ഇതാണ് പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത്. 0 to 0, 0 to 1, 1 to 0, 1 to 1. ഓക്കെ, ദീസ് ആർ ദ പോസിബിൾ സ്റ്റേറ്റ് ചേഞ്ചസ്. ഓക്കെ, ദെൻ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ചേഞ്ച് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് what I have to apply at the input term that we can get from the excitation table. Okay, then your first combination consider ചെയ്യാണ്. previous output എന്ന് പറയുന്നത് 0 ആണ്, next output is also 0. Okay, then this excitation table can be derived from this characteristic table. ഈ ഒരു characteristic table നമുക്കറിയാം the output qn+1 is varying depending on previous output and the present inputs അല്ലേ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ഏത് സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് ഈ ഒരു എക്സൈറ്റേഷൻ ടേബിളിൻ്റെ ഇൻപുട്ട് കോളത്തിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഫസ്റ്റ് കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ 0 to 0 ആണ് നമുക്ക് ചേഞ്ച് വരേണ്ടത്. അതായത് 0 എന്നുള്ളൊരു സ്റ്റേറ്റിലാണ് നമ്മുടെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇരിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാണ് വേണ്ടത് അല്ലേ. ആ ഒരു കണ്ടീഷൻ ഇവിടെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ എവിടെയാണ് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതായത് qn is equal to 0 ആൻഡ് qn+1 is equal to also 0. ആ ഒരു സ്റ്റേറ്റ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രണ്ട് കോമ്പിനേഷൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം qn is equal to 0, qn+1 is equal to 0. ഹിയർ ഓൾസോ qn is equal to 0, qn+1 is equal to 0. ഓക്കെ, അതായത് 0 എന്നുള്ളൊരു ലെവലിൽ നിൽക്കുന്ന ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആ ഒരു സെയിം 0 എന്നുള്ള ലെവലിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്സ് ആണ് ഈ രണ്ടെണ്ണം. ഓക്കെ, ദെൻ ആ ഒരു കറസ്പോണ്ടിങ് കോമ്പിനേഷൻ, ആ ഒരു കറസ്പോണ്ടിങ് സ്റ്റേറ്റ് ചേഞ്ച് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്? SR is equal to 0, 0 or SR is equal to 0, 1. അതായത് 0 to 0 എന്നുള്ളൊരു സ്റ്റേറ്റ് വരുന്നതെങ്കിൽ SR എന്നുള്ള ഇൻപുട്ടിൽ എനിക്ക് രണ്ട് കോമ്പിനേഷൻസ് അപ്ലൈ ചെയ്താൽ ഈ ഒരു പോസിബിലിറ്റി, ഈ ഒരു സ്റ്റേറ്റ് ചേഞ്ച് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഐദർ SR ഷുഡ് ബി 0, 0 or SR ഷുഡ് ബി 0, 1. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം S ഈസ് fixed at 0, then R may be either 0 or 1. ഓക്കെ, അതായത് S എന്ന് പറയുന്നത് 0 ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. രണ്ട് ഇൻപുട്ട് കോമ്പിനേഷൻസ് അപ്ലൈ ചെയ്താലും നമുക്ക് RS ഫ്ലിപ്പ് ഫ്ലോപ്പിനെ 0 എന്നുള്ളൊരു സ്റ്റേറ്റിലിരിക്കുന്ന RS ഫ്ലിപ്പ് ഫ്ലോപ്പിനെ 0 എന്നുള്ളൊരു സ്റ്റേറ്റിൽ തന്നെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ രണ്ട് കോമ്പിനേഷൻസ് ആണ് 0, 0, 0, 1. ഓക്കെ, S is equal to 0 ആണ് വന്നിരിക്കുന്നത്. R എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി either 0 or 1. Then this R can be represented as don't care. So I am rewriting these two combinations as 0x or 0 don't care നമുക്കതിനെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, 0 don't care. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് ചേഞ്ച് കൺസിഡർ ചെയ്യാണ്, ദാറ്റ് ഈസ് 0 to 1. ഈ ഒരു സ്റ്റേറ്റ് ചേഞ്ച് കൺസിഡർ ചെയ്യാണ്. ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ നിന്ന് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ചേഞ്ച് എവിടെയാണ് വരുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ ഈ ഒരു കോമ്പിനേഷൻ എടുക്കുകയാണ് 0 to 1. The previous output is 0, next output is 1. Then correspondingly നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഇൻപുട്ട് എന്താണ്? 1, 0 ആണ്. SR is equal to 1, 0 ആണ്. ഈ ഒരു കോമ്പിനേഷൻ, അതായത് 0 to 1 എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് ചേഞ്ച് വേറെ എവിടെയും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരൊറ്റ കോമ്പിനേഷൻ മാത്രമേ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 0 to 1 എന്നൊരു സ്റ്റേറ്റ് ചേഞ്ച് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ വി ഷുഡ് അപ്ലൈ SR is equal to 1, 0. Okay, then SR should be 1, 0 to change the state of the SR flip-flop from 0 to 1. Okay, then next state change നമുക്ക് നോക്കാം. Previous state is 1, then the next state is 0. അതായത് 1 എന്നൊരു സ്റ്റേറ്റിലിരിക്കുന്ന ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എനിക്ക് 0 എന്നുള്ളൊരു സ്റ്റേറ്റിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത് അല്ലേ. ദെൻ ആ ഒരു കോമ്പിനേഷൻ ഇവിടെ എവിടെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്താ നോക്കുക. qn is equal to 1, qn+1 is equal to 0. Then correspondingly എന്താണ് ഇൻപുട്ട് വന്നിട്ടുള്ളത്? ഇൻപുട്ട് SR is equal to 0, 1 ആണ്. Okay, then SR should be equal to 0, 1 to change the state from 1 to 0. Okay, then next state change കൺസിഡർ ചെയ്യാണ് 1 to 1. അതായത് 1 എന്നുള്ളതാണ് എൻ്റെ പ്രീവിയസ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഔട്ട്പുട്ടും ഐ പ്രിഫർ ഇറ്റ് ടു ബി 1. ഓക്കെ, ദെൻ അതിനകത്ത് പ്രീവിയസ് ഔട്ട്പുട്ട് തന്നെ റീറ്റെയിൻ ചെയ്യാണ്. ആ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കോമ്പിനേഷൻസ്, ഇൻപുട്ട് കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹിയർ consider this combination. Here qn is equal to 1 and qn+1 is equal to 1. Also here qn is equal to 1, qn+1 is equal to 1. Then ഈ രണ്ട് കോമ്പിനേഷൻസ് ഇൻപുട്ടിൽ ഈ രണ്ട് കോമ്പിനേഷൻസ് അപ്ലൈ ചെയ്താലും നമുക്ക് 1 എന്ന് പറയുന്നൊരു സ്റ്റേറ്റിലിരിക്കുന്ന ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ആ ഒരു സ്റ്റേറ്റിൽ തന്നെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ഇൻപുട്ട് കോമ്പിനേഷൻസ് വരുന്നത്? SR should be 0, 0 or 1, 0. I can write it as SR should be 0, 0 or
1 0. Here you can see that R is equal to 0 in both these combinations. ഈ രണ്ട് കോമ്പിനേഷനിൽ ഏത് കോമ്പിനേഷൻ നമ്മൾ എസ് ആർ ഇൻപുട്ടിൻ്റെ രണ്ട് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്താലും we can retain the state of the flip-flop in 1 itself. Okay, then you can see that here R is equal to 0 and S can be either 0 or 1. So S can be represented by the don't care. It can be either 0 or 1. We can represent it by don't care. Then this combination can also be written as don't care 0. Okay, then I am rewriting it as SR should be don't care 0 to retain the flip-flop in a state of 1. Okay, then this is the excitation table of a SR flip-flop. Now let's see the excitation table of the next flip-flop, D flip-flop. Okay. Similar to the SR flip-flop, the input entries of the excitation table of this D flip-flop are Qn and Qn plus 1. അതായത് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സൈറ്റേഷൻ ടേബിളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിളാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ഇൻപുട്ട് എൻട്രീസ് എന്ന് പറയുന്നത് Qn ആൻഡ് Qn plus 1 ആണ്. പ്രീവിയസ് ആൻഡ് നെക്സ്റ്റ് ഔട്ട്പുട്ട്സ് ആണ് ഇൻപുട്ട് എൻട്രീസ് ആയിരുന്നു വരുന്നത്. ദെൻ കറസ്പോണ്ടിങ് ടു ദീസ് സ്റ്റേറ്റ് ചേഞ്ചസ്, അതായത് 0 to 0, 0 to 1, 1 to 0, 1 to 1, ഇങ്ങനെയാണ് സ്റ്റേറ്റ് ചേഞ്ചസ് വരുന്നത് അല്ലേ. ഈ ഓരോ സ്റ്റേറ്റ് ചേഞ്ചിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇൻപുട്ടിൽ, അതായത് ഡി എന്നുള്ളതാണ് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് വരുന്നത്. ആ ഒരു ഡി ഇൻപുട്ടിൽ ഞാൻ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത് അതാണ് നമുക്ക് ഇവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ദെൻ ഫസ്റ്റ് കോമ്പിനേഷൻ നോക്കുക, 0 to 0 ആണ് വരുന്നത് അല്ലേ. സ്റ്റേറ്റ് ചേഞ്ച് വരുന്നത് 0 to 0 ആണ്. ദെൻ ഹിയർ 0 to 0, the state is changing from 0 to 0. കറസ്പോണ്ടിങ്ങിലി നമ്മൾ എന്താണ് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യേണ്ടത്? D is equal to 0. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് കോമ്പിനേഷൻ നോക്കുക, 0 to 1 ആണ് ഒരു സ്റ്റേറ്റ് ചേഞ്ച് വരുന്നത് അല്ലേ. 0 to 1, പ്രീവിയസ് ഔട്ട്പുട്ട് ഈസ് 0, നെക്സ്റ്റ് ഔട്ട്പുട്ട് ഈസ് 1. ആ ഒരു കോമ്പിനേഷൻ എവിടെയാണ് വരുന്നത്? 0 to 1 എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് ചേഞ്ച് ഇവിടെയാണ് വരുന്നത്. ദെൻ ഐ ഹാവ് ടു അപ്ലൈ എ 1 ഇൻ ദ ഇൻപുട്ട് ഓഫ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, D is equal to 1. Okay, then next state change എന്നത് previous output is 1, next output should be 0. നെക്സ്റ്റ് ഔട്ട്പുട്ട് 0 ആവണമെങ്കിൽ അത് നമുക്കിവിടെ ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. പ്രീവിയസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്, നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് ഔട്ട്പുട്ട് 0 ആവണമെങ്കിൽ ഡി എന്നുള്ളൊരു ഇൻപുട്ടിൽ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? 0 ആണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. ദെൻ ഐ ക്യാൻ റൈറ്റ് ആസ് ഡി ഈസ് ഈക്വൽ ടു 0. ദെൻ നെക്സ്റ്റ് കോമ്പിനേഷൻ നോക്കുകയാണ്, അതായത് പ്രീവിയസ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 1, നെക്സ്റ്റ് ഔട്ട്പുട്ട് ഷുഡ് ബി 1. അതായത് പ്രീവിയസ് ഔട്ട്പുട്ടിൽ തന്നെ റീറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. ആ ഒരു കോമ്പിനേഷൻ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. പ്രീവിയസ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 1, നെക്സ്റ്റ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 1, വി ഷുഡ് അപ്ലൈ ഡി ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഡി ഈസ് ഈക്വൽ ടു 1 അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഡി ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാലും കാണാം Qn+1 എന്ന് പറയുന്നത് എന്താണോ നമുക്ക് കിട്ടേണ്ടത് അതാണ് നമ്മളിവിടെ ഡി എന്നുള്ളൊരു ഇൻപുട്ടിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ എക്സൈറ്റേഷൻ ടേബിൾ ഓഫ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. Now let's see the excitation table of next flip flop, which is JK flip flop. Okay, similar to the previous cases, the input entries in the excitation table of JK flip flops are Qn and Qn+1. Okay, then possible ആയിട്ടുള്ള സ്റ്റേറ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത് 0യിൽ നിന്ന് 0യിലേക്ക്, 0 to 1, 1 to 0 ആൻഡ് ഓൾസോ 1 to 1. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് എൻട്രീസിൽ വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ഇൻപുട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്? അതായത് J ആൻഡ് K ആണ് നമ്മുടെ ഇൻപുട്ട് ടെർമിനൽസ് വരുന്നത്. ആ രണ്ട് ഇൻപുട്ട് ടെർമിനൽസിൽ നമ്മൾ എന്തൊക്കെ കോമ്പിനേഷൻസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ചേഞ്ച് വരുന്നതെന്നാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു സ്റ്റേറ്റ് ചേഞ്ച് പറയുന്നത് 0 to 0 ആണ്. അത് പ്രീവിയസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്, നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് 0 തന്നെയാണ് അല്ലേ. ആ ഒരു കോമ്പിനേഷൻ ഇവിടെ വരുന്നത് എവിടെയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഹിയർ 0 to 0. ഓക്കെ, ഈ രണ്ട് കേസ് നോക്കുകയാണെങ്കിലും പ്രീവിയസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്, നെക്സ്റ്റ് ഔട്ട്പുട്ട് ഈസ് ഓൾസോ 0. ഓക്കെ, ദെൻ കറസ്പോണ്ടിങ്ങിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള ഇൻപുട്ട്സ് എന്തൊക്കെയാണ്? JK ഈസ് ഈക്വൽ ടു 0 0 ഓർ 0 1. ഓക്കെ, നമുക്ക് ആ കോമ്പിനേഷൻസ് ഇവിടെ മാർക്ക് ചെയ്യാം. JK ഈസ് ഈക്വൽ ടു 0 0 ഓർ 0 1 ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്രീവിയസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0യിൽ നിന്ന് 0യിൽ തന്നെ റീറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു കോമ്പിനേഷനിൽ ഇവിടെ J എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 ആണ്, K എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐദർ 0 ഓർ 1. സോ K can be represented by a don't care. It can be either 0 or 1, doesn't matter. Okay, then this can be written as 0 don't care. The JK should be 0 don't care
to get a state change from 0 to 0 itself. അതായത് 0 എന്നുള്ളൊരു പ്രീവിയസ് ഔട്ട്പുട്ടിൽ നിന്ന് ആ ഒരു ഔട്ട്പുട്ടിൽ തന്നെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജെ കെ എന്ന് പറയുന്നത് 0 ഡോൺ കെയർ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് ജെ ഷുഡ് ബി 0 ആൻഡ് കെ ക്യാൻ ബി ഐദർ 0 ഓർ 1, ഡസൻ മാറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് 0 to 1 ആണ് അല്ലേ. പ്രീവിയസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്, നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ് നമുക്ക് വേണ്ടത്. ആ ഒരു കോമ്പിനേഷൻ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നോക്കുക, പ്രീവിയസ് ഔട്ട്പുട്ട് ഈസ് 0. ഈ ഒരു കോമ്പിനേഷൻ കൺസിഡർ ചെയ്യുന്നത് പ്രീവിയസ് ഔട്ട്പുട്ട് ഈസ് ഇക്വൽ ടു 0, നെക്സ്റ്റ് ഔട്ട്പുട്ട് ഈസ് ഇക്വൽ ടു 1 ആണ്. ഹിയർ ഓൾസോ പ്രീവിയസ് ഔട്ട്പുട്ട് ഈസ് ഇക്വൽ ടു 0, നെക്സ്റ്റ് ഔട്ട്പുട്ട് ഈസ് ഇക്വൽ ടു 1. അതായത് ഈ രണ്ട് കോമ്പിനേഷൻസ് കൺസിഡർ ചെയ്താലും നമുക്ക് ആ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ആണ് വരുന്നത്. കറസ്പോണ്ടിങ്ങിലി നമുക്കിവിടെ ഇൻപുട്സ് എന്തൊക്കെയാണ് വരുന്നത്? ഇൻപുട്സ് എന്ന് പറയുന്നത് we can apply either jk is equal to 1 0 or we can also apply jk is equal to 1 1. Okay, then j is equal to 1 ആണ്, k എന്ന് പറയുന്നത് it can be either 0 or 1. So k എന്ന് പറയുന്നത് I can represent it by don't care. Then this combination can be written as 1 don't care. Okay, then നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് 1 to 0 ആണ്. പ്രീവിയസ് ഔട്ട്പുട്ട് ഈസ് 1, നെക്സ്റ്റ് എനിക്ക് വേണ്ട ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ് ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് ജെ ആൻഡ് കെ എന്ന് പറയുന്ന രണ്ട് ഇൻപുട്സിൽ ഞാൻ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നോക്കുക, പ്രീവിയസ് ഔട്ട്പുട്ട് ഈസ് 1 ആൻഡ് നെക്സ്റ്റ് ഔട്ട്പുട്ട് ഈസ് 0. ഹിയർ ഓൾസോ പ്രീവിയസ് ഔട്ട്പുട്ട് ഈസ് 1, നെക്സ്റ്റ് ഔട്ട്പുട്ട് ഈസ് 0. ദെൻ ഇൻപുട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? ജെ കെ ക്യാൻ ബി ഐദർ 0 1 ഓർ 1 1. ഓക്കെ, അതായത് ജെ കെ എന്ന് പറയുന്ന രണ്ട് ഇൻപുട്സിൽ 0 1 അല്ലെങ്കിൽ 1 1 ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്രീവിയസ് ഔട്ട്പുട്ട് 1ൽ നിന്ന് നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ജെ ഈസ് ഈക്വൽ ടു 0 ഓർ 1 ആണ് അല്ലേ, കെ ഈസ് ഈക്വൽ ടു 1 ആണ്. ദെൻ കറസ്പോണ്ടിങ്ങിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? ജെ ഈസ് ഈക്വൽ ടു 0 ഓർ 1, സോ ജെ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ഡോൺ കെയർ ആൻഡ് കെ ഷുഡ് ബി ഈക്വൽ ടു 1. ദെൻ ഇറ്റ് വിൽ ബി ഡോൺ കെയർ 1. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോമ്പിനേഷൻ കൺസിഡർ ചെയ്യാം, ക്യു എൻ ഇസ് ഈക്വൽ ടു 1 ആൻഡ് ക്യു എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1. അതായത് പ്രീവിയസ് ഔട്ട്പുട്ട് 1 ആണ്, നെക്സ്റ്റ് ഔട്ട്പുട്ടും 1ൽ തന്നെയാണ് നമുക്ക് റീറ്റെയിൻ ചെയ്യേണ്ടത്. ആ ഒരു കോമ്പിനേഷൻ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഹിയർ യു ക്യാൻ സീ ദാറ്റ് ക്യു എൻ ഇസ് ഈക്വൽ ടു 1, നെക്സ്റ്റ് ഔട്ട്പുട്ട് ക്യു എൻ പ്ലസ് 1 ഇസ് ഓൾസോ 1. ഹിയർ ഓൾസോ യു ക്യാൻ സീ ദാറ്റ് ക്യു എൻ ഇസ് ഈക്വൽ ടു 1 ആൻഡ് ക്യു എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ദെൻ ഈ രണ്ട് കോമ്പിനേഷൻസിലും നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ആണ് വരുന്നത്. അതായത് 1ലിരിക്കുന്ന ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് 1ൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്ന രണ്ട് കോമ്പിനേഷൻസ് ആണ് ഇത് രണ്ടും. ഓക്കെ, ദെൻ കറസ്പോണ്ടിങ്ങിൽ എന്താണ് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നത്? ജെ കെ ഈസ് ഈക്വൽ ടു 0 0 ഓർ 1 0. ജെ കെ ഈസ് ഈക്വൽ ടു 0 0 ഓർ 1 0. Then here j can be either 0 or 1. So j can be represented by don't care. Then k is equal to 0. So the inputs that should be applied to the jk inputs can be represented by don't care 0. Okay. This is the excitation table of a jk flip-flop. Okay. Now let's see the excitation table of a T flip-flop. These are the truth table and characteristic table of the T flip-flop. Now we are going to see the excitation table. Here in the excitation table, the input entries of the excitation table will be Qn and Qn plus 1, and the output entry will be the input terminal T. Okay. Then ഈ ഒരു സ്റ്റേറ്റ് ചേഞ്ചസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പ്രീവിയസ് സ്റ്റേറ്റ് ടു നെക്സ്റ്റ് സ്റ്റേറ്റിൽ ഏതൊക്കെ പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ചേഞ്ചസ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. 0 to 0, 0 to 1, 1 to 0, 1 to 1 ഇങ്ങനെയാണ് പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ചേഞ്ചസ് വരുന്നത്. ദെൻ ഓരോ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ചേഞ്ചസിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഞാനൊരു ടി ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യേണ്ടത്, ഏത് വാല്യൂ അപ്ലൈ ചെയ്താലാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ചേഞ്ച് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുകയെന്നാണ് നമ്മൾ ഈ ഒരു എക്സൈറ്റേഷൻ ടേബിളിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു എക്സൈറ്റേഷൻ ടേബിൾ ഡിറൈവ് ചെയ്യുന്നത് ബൈ യൂസിങ് ദിസ് ക്യാരക്ടറിസ്റ്റിക് ടേബിളാണ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദിസ് truth table and characteristic table. This characteristic table was derived from this truth table. Okay, now consider the first state change, that is 0 to 0. നമ്മുടെ ഒരു ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യലി 0 എന്നുള്ള സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് എനിക്ക് വേണ്ട ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. ഓക്കെ, അതായത് പ്രീവിയസ് സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് വേണ്ടത് അല്ലേ. ദെൻ ആ ഒരു സ്റ്റേറ്റ്സ് നമ്മൾ എവിടെയാണ് ആ ഒരു സ്റ്റേറ്റ് നമുക്ക് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് പ്രീവിയസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്, നെക്സ്റ്റ് റിക്വയർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നതും 0 ആണ്. കറസ്പോണ്ടിംഗ്ലി ടി എന്ന് പറയുന്ന ഒരു ഇൻപുട്ടിൽ ഞാൻ അപ്ലൈ ചെയ്യേണ്ട വാല്യൂ എന്താണ്? 0 ആണ്. ടി ഈസ് ഈക്വൽ ടു 0 ആണ് എങ്കിൽ പ്രീവിയസ് ഔട്ട്പുട്ട് ഉണ്ടായിരുന്ന 0 തന്നെയായിരിക്കും നെക്സ്റ്റ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കുക. ദെൻ ടി ഈസ് ഈക്വൽ ടു 0. ദെൻ നെക്സ്റ്റ് എനിക്ക് വേണ്ടത് 0 to 1 എന്നൊരു ചേഞ്ച് ആണ് അല്ലേ. ദെൻ 0 to 1 എന്നൊരു പോസിബിലിറ്റി എവിടേക്കാണ് വരുന്നതെന്ന് നോക്കാം. പ്രീവിയസ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 0, നെക്സ്റ്റ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 1. ദെൻ what I have to apply at the input? We have to apply a 1 at the T input. അതായത്
0 to 1 ആണ് വേണ്ടത് അല്ലേ, അതായത് പ്രീവിയസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്, നെക്സ്റ്റ് ഔട്ട്പുട്ട് വേണ്ടത് 1 ആണ്. അവിടെ ഒരു ടോഗ്ലിംഗ് വേണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം, ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ അവിടെ നമുക്ക് 1 അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം പ്രീവിയസ് ഔട്ട്പുട്ട് 0 ആണ്, നെക്സ്റ്റ് ഔട്ട്പുട്ട് 1 ആണ്, കറസ്പോണ്ടിംഗ്ലി ഇൻപുട്ടിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് 1 ആണ്. സോ ടി ഈസ് ഈക്വൽ ടു 1. ദെൻ നെക്സ്റ്റ് കോമ്പിനേഷൻ നോക്കുകയാണ്, 1 to 0 എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ് ചേഞ്ച്, റിക്വയർഡ് സ്റ്റേറ്റ് ചേഞ്ച്. 1 എന്നുള്ള ഒരു പ്രീവിയസ് സ്റ്റേറ്റിലാണ് എൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് നിൽക്കുന്നത്. ദെൻ എനിക്ക് വേണ്ടത് 0 എന്നൊരു സ്റ്റേറ്റിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് ഇവിടെ 2 കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്, പക്ഷേ നെക്സ്റ്റ് സ്റ്റേറ്റ് എനിക്ക് വേണ്ടത് 0 ആണ്, അതായത് ഈ ഒരു കോമ്പിനേഷനാണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് പ്രീവിയസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്, നെക്സ്റ്റ് ഔട്ട്പുട്ട് എനിക്ക് വേണ്ടത് 0 ആണ്. കറസ്പോണ്ടിംഗ്ലി ടി എന്ന് പറയുന്നൊരു ഇൻപുട്ടിൽ ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് 1 ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ് ചേഞ്ച് നോക്കുകയാണെങ്കിൽ QN = 1, QN + 1 = 1, അതായത് 1 എന്ന് പറയുന്നൊരു പ്രീവിയസ് സ്റ്റേറ്റിൽ തന്നെ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് കണ്ടിന്യൂ ചെയ്യണം. ദെൻ you can see that here in the characteristic table the previous output is 1, next output is 1, then t should be equal to 0. Okay, this is the excitation table of a T flip-flop. That's all about the excitation tables of the SR flip-flop, D flip-flop, JK flip-flop and T flip-flop. Okay.